ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ നാൾ കൊണ്ട് ഇരിക്കുവാണ് നുറുക്ക് ഗോതമ്പ്. അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം രാവിലെ കഴുകി വാരിയതിന് ശേഷം ഞാൻ 2 ചുവന്നുള്ളി ഇട്ടിട്ട് നമ്മൾ ദോശമാവിൻ്റെ പരുവത്തിൽ ഞാൻ അരച്ചെടുത്ത്, എന്നിട്ട് കുറച്ച് ഉപ്പും ഇട്ട് 2-3 ചുവന്നുള്ളി അരിഞ്ഞതും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അരമണിക്കൂർ ശേഷം ഒരു ദോശത്തവ വെച്ചിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം മാവെല്ലാം ഒഴിച്ച് നന്നായിട്ട് ദോശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതിന് കഴിക്കാനായിട്ട് തേങ്ങ ചമ്മന്തി സൂപ്പറാണ് കേട്ടോ. പിന്നെ തേങ്ങ ചമ്മന്തി ഇല്ലെങ്കിൽ മുളക് ചമ്മന്തി നല്ലതാണ്. അപ്പോൾ മുളക് ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തു, എന്നിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഞെരടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് സൂപ്പറാണ് കേട്ടോ ഇത് കൂട്ടിയിട്ട് കഴിക്കാം. ഇത് നമ്മൾക്ക് ഇഡ്ഡലിയുടെ കൂടെയും അല്ലാതെ നമ്മുടെ സാധാരണ ദോശയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്